أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംബന്ധിച്ച ചർച്ചയാണ് നടന്നു വരുന്നത്. താരിഖ് തിബ്രിയിൽ എഴുതുന്നു, ഈ സന്ദർഭത്തിൽ ഹദ്രത്ത് ഖുബ്ബാബ് ബിൻ മുൻസർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അൻസാർ സമൂഹമേ, നിങ്ങൾ ഈ കാര്യത്തിന് തീരുമാനം നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. കാരണം ഈ സമയത്ത് ഇവർ നിങ്ങളുടെ തണലിലാണുള്ളത്, അതായത് മുഹാജിരീങ്ങൾ. ആർക്കും നിങ്ങളെ എതിർക്കുന്നതിന് ധൈര്യമുണ്ടാകില്ല. ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിന് എതിരെ നിങ്ങളുടെ തീരുമാനത്തെ എതിർക്കുന്നതുമല്ല. നിങ്ങൾ അന്തസ്സുള്ളവരും ധനാഢ്യരും എണ്ണത്തിൽ അധികമുള്ളവരും ശക്തിയും പ്രഭാവമുള്ളവരും യുദ്ധനൈപുണ്യമുള്ളവരും യോദ്ധാക്കളുമാകുന്നു. ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മേൽ തന്നെ തിരിച്ചു പതിക്കുന്നതാണ്. ഇവർ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, അതായത് മുഹാജിരികളായ ഖുറൈശികൾ, നിങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ ഒരു അമീർ ഞങ്ങളിൽ നിന്നും ഒരു അമീർ അവരിൽ നിന്നും എന്നത് നിഷേധിക്കുന്നു. അപ്പോൾ ഹദരത്ത് ഉമർ പറഞ്ഞു, അത് സാധ്യമല്ല. രണ്ട് വാളുകൾ ഒരു ഉറയിൽ ഒരുമിച്ചുണ്ടാകുന്നതല്ല. അള്ളാഹുവാണ് സത്യം. അറബികൾ ഒരിക്കലും നിങ്ങളെ അമീറാക്കുന്ന കാര്യത്തിൽ സമ്മതിക്കുന്നതല്ല. അവരുടെ നബി നിങ്ങളെ കൂടാതെ മറ്റൊരു ഗോത്രത്തിലായിരിക്കെ. അതേസമയം ഈ വിഷയം തീരുമാനിക്കാൻ ആരിലാണോ നബി വന്നിട്ടുള്ളത് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അറബികൾക്ക് അത് അംഗീകരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. അവരിൽ നിന്ന് തന്നെ അവർക്ക് അമീർ ഉണ്ടാകേണ്ടതാണ്. ഈ രൂപത്തിൽ അറബികളിൽ നിന്ന് ആരെങ്കിലും അതിന് നേതൃത്വം അംഗീകരിക്കുന്നത് നിരാകരിക്കുകയാണെങ്കിൽ അതിനെതിരിൽ നമുക്ക് തുറന്ന തെളിവും തുറന്ന അവകാശവും ഉണ്ടായിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണവും നേതൃത്വവും സംബന്ധിച്ച് ആരാണ് ഞങ്ങൾ എതിർക്കുക? ഞങ്ങൾ തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും. വിവരദോഷികളോ പാപികളോ സ്വയം നാശത്തിൽ അകപ്പെടുന്നവരോ മാത്രമേ ഈ അഭിപ്രായത്തെ നിരാകരിക്കുകയുള്ളൂ, അല്ലാതെ മറ്റാരും അങ്ങനെ ചെയ്യുന്നതല്ല. ഖുബ്ബാബ് ബിൻ മുൻസർ പറഞ്ഞു, അൻസാർ സമൂഹമേ, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കുക. നിങ്ങൾ ഒരിക്കലും ഇയാളുടെയോ ഇയാളുടെ സഹചാരികളുടെയോ വാക്കുകൾ അംഗീകരിക്കരുത്. ഇവർ നിങ്ങളുടെ ഭാഗവും കൂടി ദഹിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ നമ്മുടെ അഭിപ്രായം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെല്ലാവരെയും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. എല്ലാ കാര്യത്തിനെയും നിയന്ത്രണം സ്വന്തം കൈകളിൽ ഏറ്റെടുക്കണം. അള്ളാഹുവാണേ, നിങ്ങൾ ഇമാറത്തിന് ഏറ്റവും അനുയോജ്യരും അർഹരുമാകുന്നു. നിങ്ങളുടെ വാളുകൾ എല്ലാ ജനങ്ങളെയും ഈ ദീനിനെ അനുസരിക്കുന്നവർ ആക്കിയിരിക്കുന്നു. അവരാകട്ടെ ഒരിക്കലും അനുസരിക്കുന്നവർ അല്ലായിരുന്നു താനും. ഞാൻ ഈ നടപടികളുടെയും തീരുമാനം സ്വയം ഏറ്റെടുക്കുന്നതാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് നല്ലപോലെ അനുഭവജ്ഞനാകുന്നു, അതിന് അർഹനുമാകുന്നു. അള്ളാഹുവാണെ, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വെട്ടിമുറിച്ച് അതിന്റെ തീരുമാനം എടുക്കുന്നതാണ്. ഹദരത്ത് ഉമർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഖബ്ബാബ് പറഞ്ഞു, നിങ്ങൾ കൊല്ലപ്പെടുന്നതാണ്. ഹദരത്ത് അബൂ ഉബൈദ സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലയോ അൻസാർ സമൂഹമേ, നിങ്ങൾ ഏറ്റവും ആദ്യം ദീനിനെ പിന്തുണച്ചവരും സഹായിച്ചവരുമാകുന്നു. ഇനി നിങ്ങൾ തന്നെ ഏറ്റവും ആദ്യം അതിൽ തർക്കങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്നവരാകരുത്. അപ്പോൾ ബഷീർ ബിൻ സാദ് പറഞ്ഞു, അല്ലയോ അൻസാർ സമൂഹമേ, മുശ്രിക്കീങ്ങളുടെ ജിഹാദിനും ഇസ്ലാം ദീനിന്റെ ആരംഭത്തിൽ സേവനത്തിനും ഏറ്റവും ആദ്യം നമുക്ക് സൗഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം കേവലമായ നമ്മുടെ രക്ഷിതാവിന്റെ തൃപ്തിയും
തിരുനബിയുടെ അനുസരണവുമായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മേൽ നമ്മുടെ മേൽക്കോയ്മ സ്ഥാപിക്കുന്നത് ഉചിതമല്ല. നാം അത് മുഖേന ഭൗതികമായ ഒരു നേട്ടവും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മേൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഔദാര്യമാണുള്ളത്. അറിയുക, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽ നിന്നാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹം ഇതിന്റെ നേതൃത്വത്തിന് ഏറ്റവും അർഹരും അനുയോജ്യരുമാണ്. ഞാൻ അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ ഒരിക്കലും തന്നെ ഇക്കാര്യത്തിൽ അവരുമായി ശണ്ട കൂടുന്നതല്ല. അള്ളാഹുവിനെ ഭയപ്പെടുവിൻ, അവരെ എതിർക്കാതിരിക്കുവിൻ. ഈ കാര്യത്തിൽ അവരുമായി ശണ്ട കൂടരുത്. ഏതായിരുന്നാലും ഹദരത്ത് ഉമർ ചെയ്ത പ്രഭാഷണം ഇതായിരുന്നു. മറ്റൊരു സ്ഥലത്തുള്ള നിവേദനത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സുനൻ കുബറാമിൻ നസായിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. സഖീഫ ബനു സാദിയിൽ അൻസാറുകൾ ഒരമീർ ഞങ്ങളിൽ നിന്നും ഒരാൾ നിങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഹദരത്ത് ഉമർ പറഞ്ഞു, ഒരു ഉറയിൽ 2 വാളുകൾ ഇരിക്കുന്നതല്ല, അങ്ങനെ അത് ശരിയാകുന്നതുമല്ല. പിന്നെ അദ്ദേഹം ഹദരത്ത് അബൂബക്കറിന്റെ കൈ പിടിച്ചു. ഹദരത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പറയുന്ന മേന്മകൾ ആർക്കാണുള്ളത്? ഇത് യഖൂലു ലിസായിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മാന. അതായത് അദ്ദേഹം നബി തന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറയുകയായിരുന്നു, ഭയപ്പെടേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? പിന്നെ പറയുന്നു, ഇത് ഹുമാഫിൽ ഗാർ, അതായത് അവർ 2 പേരും ഗുഹയിലായിരുന്നപ്പോൾ അവർ 2 പേർ ആരായിരുന്നു? പിന്നെ അദ്ദേഹം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മാന, അതായത് ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മറ്റാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഹദരത്ത് അബൂബക്കറിന്റെ കൂടെ മറ്റാരാണ് ഉണ്ടായിരുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഹദരത്ത് ഉമർ ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. പിന്നെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളും ബയ്യത്ത് ചെയ്യുക. അങ്ങനെ ജനങ്ങളും ബയ്യത്ത് ചെയ്തു. ഹദരത്ത് ഉമറിന് ശേഷം ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ്, ഹദരത്ത് ബഷീർ ബിൻ സാദ് എന്നിവരും എല്ലാ അൻസാറുകളും ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. ഈ ബയ്യത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ബയ്യത്ത് സഖീഫ, ബയ്യത്ത് ഖാസ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ചില നിവേദനങ്ങൾ ഇങ്ങനെയും കാണുന്നു. ഹദരത്ത് സാദ് ബിൻ ഉബാദ ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ ചില നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹവും മറ്റ് അൻസാറുകളോടൊപ്പം ബയ്യത്ത് ചെയ്തിരുന്നു എന്നാണ്. താരിഖ് തിബ്രിയിൽ എഴുതുന്നു, മുഴുവൻ സമൂഹവും ഊഴമനുസരിച്ച് ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തു. ഹദരത്ത് സാദും ബയ്യത്ത് ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഖിലാഫത്ത് സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, നോക്കുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഖിലാഫത്ത് ഉണ്ടായി. പിന്നെ എത്ര നല്ല നിലയിലായിരുന്നു അത് തുടർന്നു വന്നത്. തിരുനബിയുടെ വഫാത്തിന് ശേഷം ഹദരത്ത് അബൂബക്കർ ഖലീഫയായി. ആ സമയത്ത് അൻസാറുകൾ ഒരു ഖലീഫ തങ്ങളിൽ നിന്നും ഒരു ഖലീഫ മുഹാജിറുകളിൽ നിന്നും ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇത് കേട്ടതും ഹദരത്ത് അബൂബക്കർ, ഹദരത്ത് ഉമർ, മറ്റേ സഹാബാക്കളും ഉടൻ തന്നെ അൻസാർ സമ്മേളിച്ചിട്ട് സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അവരോട് പറഞ്ഞു, 2 ഖലീഫമാർ എന്ന കാര്യം തന്നെ തെറ്റാണ്. ഭിന്നിപ്പിലൂടെ ഇസ്ലാം പുരോഗതി നേടുന്നതല്ല. ഖലീഫ ഏതായാലും ഒന്നേ ഉണ്ടാകൂ. നിങ്ങൾ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കെട്ടുറപ്പ് പൊട്ടിപ്പോകുന്നതാണ്, നിങ്ങളുടെ അന്തസ്സ് നഷ്ടപ്പെടുന്നതാണ്. അറബികൾ നിങ്ങളെ എല്ലാം കഷ്ണം പോലെ വലിച്ചെറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയരുത്. ചില അൻസാറുകൾ അദ്ദേഹത്തിന് മുന്നിൽ വാദഗതികൾ സമർപ്പിക്കാൻ ഒരുങ്ങി. ഹദരത്ത് ഉമർ പറയുന്നു, ഞാൻ കരുതിയത് ഹദരത്ത് അബൂബക്കർ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് താൻ പ്രസംഗിക്കാമെന്നാണ്. എന്നാൽ ഹദരത്ത് അബൂബക്കർ പ്രസംഗിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു. ഹദരത്ത് ഉമർ പറയുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ കൂടുതൽ തെളിവുകളും അദ്ദേഹം പറയുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈ വൃദ്ധൻ എന്നേക്കാൾ മുൻകടന്നിരിക്കുന്നു. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൻസാറുകളുള്ള ചില ആളുകൾ എഴുന്നേൽക്കുകയും ഹദരത്ത് അബൂബക്കർ പറയുന്നതാണ് ശരിയെന്ന് മക്കക്കാർ അല്ലാതെ മറ്റാരെയും അറബികൾ അനുസരിക്കുകയില്ല എന്നും പറഞ്ഞു. പിന്നെ ഒരു അൻസാരി വികാരാവേശത്താൽ പറഞ്ഞു, അല്ലയോ സമൂഹമേ, അള്ളാഹു ഈ രാജ്യത്ത് തന്റെ റസൂലിനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ വീടുകളിൽ സ്ഥലം നൽകി. അള്ളാഹു അത് കാരണം നമുക്ക് അന്തസ്സ് നൽകുകയുണ്ടായി. നമ്മൾ മദീനക്കാർ അറിയപ്പെടാത്തവരായിരുന്നു, മ്ലേച്ഛരുമായിരുന്നു. എന്നാൽ നിങ്ങൾ നമ്മെ അന്തസ്സുള്ളവരാക്കിയ കാര്യത്തിൽ തൃപ്തിപ്പെടുക, അത്യാഗ്രഹം കാണിക്കരുത്. കാരണം അതുകൊണ്ട് നമുക്ക് വല്ല ദോഷവും വന്നു പോകരുത്. ആ സമയത്ത് ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, നോക്കുക, ഖിലാഫത്ത് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഖലീഫയാക്കിക്കൊള്ളുക.
എനിക്ക് ഖലീഫയാകണമെന്ന് ഒരാഗ്രഹവുമില്ല. അദ്ദേഹം പറഞ്ഞു, ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ഉണ്ട്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനുൽ ഉമ്മത്ത് എന്ന് സ്ഥാനപ്പേര് നൽകിയിരിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഉമറുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഊരിപ്പിടിച്ച വാളാണ്. നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക. ഹദരത്ത് ഉമർ പറഞ്ഞു, അബൂബക്കർ ഇനി സംസാരമില്ലാതെ നിർത്തിയാലും കൈനീട്ടുവിൻ, ഞങ്ങളുടെ ബൈഅത്ത് സ്വീകരിച്ചാലും. അള്ളാഹു ഹദരത്ത് അബൂബക്കറിന്റെ ഹൃദയത്തിലും ധൈര്യമുണ്ടാക്കുകയും അദ്ദേഹം ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്തു. സഖീഫ ബിൻ സഅദ പൊതുബൈഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് തിങ്കളാഴ്ചയായിരുന്നു. ജനങ്ങൾ സഖീഫ ബനി സഅദയിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിനെ ബൈഅത്ത് ചെയ്യുന്നതിൽ വ്യാപൃതരായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ദിവസത്തെ ബാക്കി സമയവും ചൊവ്വാഴ്ച രാവിലെ മസ്ജിദിലും പൊതുബൈഅത്ത് ഉണ്ടായി. ഹദരത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, സഖീഫ ബനു സഅദയിൽ ബൈഅത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹദരത്ത് ഉമർ എഴുന്നേൽക്കുകയും ഹദരത്ത് അബൂബക്കറിന് മുന്നേ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, ജനങ്ങളെ, ഞാൻ ഇന്നലെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന്. ഞാൻ അത് സംബന്ധിച്ചുള്ള പരാമർശം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എവിടെയും കണ്ടില്ല. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അത് സംബന്ധിച്ച് വസീയത്ത് ചെയ്തിട്ടുമില്ല. ഞാൻ കരുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഏർപ്പാട് ചെയ്യുമെന്നാണ്. നിവേദകൻ പറയുന്നു, ഹദരത്ത് ഉമർ പറഞ്ഞു, ഞാൻ കരുതിയത് നമ്മളെല്ലാം ആദ്യം മരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനമാണ് മരിക്കുക എന്നുമാണ്. നിസ്സംശയം അള്ളാഹു നിങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്മാർഗത്തെ ബാക്കിയാക്കിയിരിക്കുന്നു. നിങ്ങൾ അതിനെ ശക്തമായി മുറുകെ പിടിക്കുക. അങ്ങനെയായാൽ അള്ളാഹു നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗം നൽകിയതുപോലെ വഴി കാണിക്കുന്നതാണ്. അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയുടെ കൈകളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്താണ്. സാനി ഹുസ്നൈൻ ഇത് ഹുമാ ഫിൽ ഗാർ എന്നതിന് സാക്ഷാത്കാരവുമാണ്. അതായത് അവർ രണ്ടുപേരിൽ ഒരാളായിരുന്നു. അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പോൾ. ആയതിനാൽ എഴുന്നേൽക്കൂ, അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യൂ. ചുരുക്കത്തിൽ ജനങ്ങൾ സഖീഫ ബൈഅത്തിന് ശേഷം അബൂബക്കറിന് ബൈഅത്ത് ചെയ്തു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് പൊതുബൈഅത്തിന്റെ ദിവസം ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മേൽനോട്ടക്കാരനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളിൽ നിന്നും ഏറ്റവും നല്ലവരാണെന്നല്ല. ഞാൻ നല്ല ചെയ്യുമ്പോൾ എന്നോടൊപ്പം സഹായിക്കുവിൻ. വക്രത സ്വീകരിച്ചാൽ എന്നെ നേരെയാക്കുവിൻ. സത്യസന്ധത വിശ്വസ്ത മുതലാകുന്നു. കളവ് വഞ്ചനയാണ്. നിങ്ങളിലെ ദുർബലനായ വ്യക്തിയും എനിക്ക് മുന്നിൽ ശക്തിയുള്ളവനാണ്. ഏതുവരെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അവന്റെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ലയോ, അള്ളാഹു നിങ്ങളുടെ ശക്തവാനായ ആൾ എന്റെ വിഷ്ടത്തിൽ ദുർബലനാകുന്നു. ഞാൻ അയാളിൽ നിന്ന് മറ്റുള്ളവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതുവരെയും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഒഴിവാക്കുന്ന സമൂഹത്തെ അള്ളാഹു നിന്ദിരാക്കി മാറ്റുന്നതാണ്. ഏത് സമൂഹത്തിലാണോ തിന്മകൾ പരക്കുന്നത്, അള്ളാഹു അതിനെ പ്രയാസത്തിലകപ്പെടുത്തുന്നതാണ്. ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അനുസരണ നിർബന്ധമല്ല. നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുക. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും മേൽ കരുണ. ഹദരത്ത് അലി ഹദരത്ത് അബൂബക്കറിനെ ബൈഅത്ത് ചെയ്ത് സംബന്ധിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. താരിഖ് തിബ്രിയിൽ പറയുന്നു, ഹബീബിനു അബൂ സാബിത്തിൽ നിന്ന് നിവേദനം, ഹദരത്ത് അലി തന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അടുത്തൊരാൾ വരികയും ഹദരത്ത് അബൂബക്കർ ബൈഅത്ത് വാങ്ങാൻ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഹദരത്ത് അലി മേൽക്കുപ്പായം ധരിച്ചിരിക്കുകയായിരുന്നു. അതേ അവസ്ഥയിൽ വേഗം വേഗം പുറത്തേക്ക് വന്നു. അതിന്മേൽ കോട്ടോ പുതപ്പോ ഉണ്ടായിരുന്നില്ല. അല്പം പോലും സമയം വൈകുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം ഹദരത്ത് അബൂബക്കറിനെ ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന് അടുത്തിരുന്നു. അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് വസ്ത്രം വരുത്തുകയും അത് ധരിക്കുകയും ചെയ്തു. പിന്നെ ഹദരത്ത് അബൂബക്കറിന്റെ സദസ്സിൽ തന്നെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഹദരത്ത് അലി ഹദരത്ത് അബൂബക്കറിനെ ബൈഅത്ത് ചെയ്തത് സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ചില നിവേദനങ്ങളിൽ ഹദരത്ത് അലി 6 മാസത്തോളം ബൈഅത്ത് ചെയ്തില്ല എന്ന് വരുന്നു. ഹദരത്ത് ഫാത്തിമയുടെ വഫാത്തിന് ശേഷമാണ് ബൈഅത്ത് ചെയ്തത്. ചില നിവേദനങ്ങളിൽ പറയുന്നു അലി
പൂർണ്ണ മനസ്സോടുകൂടി ഉടൻ തന്നെ ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഹദരത്ത് അബൂ സയ്യിദ് ഖുദ്രിയിൽ നിന്നുള്ള നിവേദനം, മുഹാജിങ്ങളും അൻസാറുകളും ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്തപ്പോൾ ഹദരത്ത് അബൂബക്കർ മിമ്പറിൽ കയറി ജനങ്ങളെ നോക്കുകയുണ്ടായി. അതിൽ ഹദരത്ത് അലിയെ കണ്ടില്ല. അദ്ദേഹം അലിയെ കുറിച്ച് അന്വേഷിച്ചു. അൻസാറിലെ കുറച്ച് ആളുകൾ പോയി ഹദരത്ത് അലിയെ കൊണ്ടുവന്നു. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവിപുത്ര, തിരുനബിയുടെ ജാമാതാവേ, നിങ്ങൾ മുസ്ലിങ്ങൾ ശക്തി ക്ഷയിപ്പിക്കുകയാണോ? ഹദരത്ത് അലി പറഞ്ഞു, അലിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖലീഫ, കുറ്റം പറയരുത്. പിന്നെ അദ്ദേഹം ബയ്യത്തിന് ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അല്ലാമ ഇബ്നു കസീർ എഴുതുന്നു, ഹദരത്ത് അലി ബിൻ അബി താലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ആദ്യ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് സത്യാവസ്ഥ. കാരണം ഹദരത്ത് അലി ഒരിക്കലും ഹദരത്ത് അബൂബക്കറിനെ ഒഴിവാക്കിയിട്ടില്ല. ഹദരത്ത് അബൂബക്കറിന്റെ പിന്നിൽ നമസ്കരിക്കുന്നത് ഉപേക്ഷിച്ചിട്ടുമില്ല. ഹദരത്ത് മസീമദ് അലി ഇസ്ലാം വിവരിക്കുന്നു, ഹദരത്ത് അലി കറമുല്ലാഹു വജ്ഹുഹു ആദ്യം ഹദരത്ത് അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുന്നതിൽ അമാന്തം കാണിച്ചിരുന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അള്ളാഹുവിനറിയാം എന്തോ ചിന്ത വരികയും തലപ്പാവ് പോലും ധരിക്കാതെ തൊപ്പിയും വിട്ട് ഉടൻ തന്നെ ബയ്യത്ത് ചെയ്യാൻ വന്നു. തലപ്പാവ് പിന്നീട് വരുത്തിക്കുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നത് എത്ര വലിയ പാവമാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതുകൊണ്ട് എത്രമാത്രം സ്വീകരണ കാണിച്ചുകൊണ്ട് തലപ്പാവ് പോലും ധരിക്കാതെ തൊപ്പിയും വിട്ട് അദ്ദേഹം ഉടൻ തന്നെ ബയ്യത്ത് ചെയ്യാൻ വരികയുണ്ടായി. തലപ്പാവ് പിന്നീട് വരുത്തിക്കുകയായിരുന്നു. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹദരത്ത് അബൂബക്കറെ നോക്കുക, അദ്ദേഹം മക്കയിലെ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകാതിരിക്കുകയും മക്കയുടെ ചരിത്രം എഴുതപ്പെടുകയുമാണെങ്കിൽ ചരിത്രകാരന്മാർ അബൂബക്കർ അറേബ്യയിലെ ഒരു മാന്യനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ ആയിരുന്നു എന്ന് മാത്രം രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതുകൊണ്ട് ഹദരത്ത് അബൂബക്കറിന് ഇന്ന് മുഴുവൻ ലോകവും ഭക്തി ആദരപൂർവ്വം ആദരിക്കപ്പെടുന്ന സ്ഥാനം ലഭ്യമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുസ്ലിങ്ങൾ ഹദരത്ത് അബൂബക്കറിനെ തങ്ങളുടെ ഖലീഫയും രാജാവുമായി തിരഞ്ഞെടുത്തു. മക്കക്കാർക്കിടയിലും ഈ സന്ദേശം എത്തി. ഒരു സദസ്സിൽ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഹദരത്ത് അബൂബക്കറിന്റെ പിതാവ് അബൂ ഖഹാഫയും ഉണ്ടായിരുന്നു. ജനങ്ങൾ ഹദരത്ത് അബൂബക്കറിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ വാർത്ത എത്തിച്ച ആളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് അബൂബക്കറിനെ പറ്റിയാണ് പറയുന്നത്? ആഗതൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ അബൂബക്കറിനെ പറ്റി തന്നെ. അദ്ദേഹം അറബികളുടെ ഓരോരോ ഗോത്രത്തിന്റെയും പേരെടുത്ത് ചോദിച്ചു, അവരെല്ലാം അബൂബക്കറിന് ബയ്യത്ത് ചെയ്തോ എന്ന്. ആഗതൻ പറഞ്ഞു, എല്ലാവരും ഐക്യകണ്ഠേന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയും രാജാവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അബൂ ഖുഹാഫ അനിയന്ത്രിതമായി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ സത്യപ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹദരത്ത് മുസ്ലിം എഴുതുന്നു, വാസ്തവത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹദരത്ത് അബൂ ഖുഹാഫ ബയ്യത്ത് ചെയ്തിരുന്നു. അദ്ദേഹം ഈ കലിമ ചൊല്ലിയതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് ഏറ്റുപറഞ്ഞതിന് കാരണം ഹദരത്ത് അബൂബക്കർ ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കുകയും അത് ഇസ്ലാമിന് സത്യത്തിനുള്ള നല്ലൊരു തെളിവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മുഴുവൻ അറബികളും എന്റെ മകന്റെ കയ്യിൽ ഒരുമിച്ച് കൂടാൻ മാത്രം മകന് എന്ത് വിലയാണുള്ളത്? ഹദരത്ത് മുസ്ലിം മൗദ് മറ്റൊരിടത്ത് വീണ്ടും ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു, നോക്കുക, ഹദരത്ത് അബൂബക്കറിന്റെ അവസ്ഥ ഇസ്ലാമിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരുന്നു. ആരോ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ, അബൂബക്കർ ഖലീഫയായിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഏത് അബൂബക്കർ? ആഗതൻ പറഞ്ഞു, താങ്കളുടെ മകൻ. അപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മറ്റാരെങ്കിലും ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തോട് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം എത്രമാത്രം വലുതാണ്. അബൂ ഖുഹാഫയുടെ മകനെ അറബികൾ തങ്ങളുടെ നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. ലോകത്ത് എത്രമാത്രം ഹദരത്ത് മുസ്ലിം മൗദ് മറ്റിടത്ത് വീണ്ടും ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു, നോക്കുക, ഹദരത്ത് അബൂബക്കറിന്റെ ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരുന്നു. ആരോ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ, അബൂബക്കർ ഖലീഫയായിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഏത് അബൂബക്കർ?
ആഗതൻ പറഞ്ഞു, താങ്കളുടെ മകൻ. അപ്പോഴും അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മറ്റാരെങ്കിലും ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തോട് ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രമാത്രം വലുതാണ്. അബൂ കുഹാഫയുടെ മകനെ അറബികൾ തങ്ങളുടെ നേതാവ് അംഗീകരിച്ചിരിക്കുന്നു. ലോകത്ത് യാതൊരു പ്രതാപവുമില്ലാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹത്താൽ എത്രമാത്രം ഞങ്ങൾ അന്തസ്സാർജിച്ചു എന്ന് നോക്കുക. എന്നാൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളെ അദ്ദേഹത്തോട് ചേർത്ത് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാകുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ വിവരിക്കുന്നു, തീർച്ചയായും അറിയുക, അള്ളാഹു ആരുടെയും ഔദാര്യം തന്നെ മേൽവെക്കുന്നില്ല. അവൻ അയാൾക്ക് 1000-ഓ ലക്ഷക്കണക്കിനോ മടങ്ങ് അത് തിരിച്ചു കൊടുക്കുന്നു. അതായത് എത്രമാത്രം അള്ളാഹുന് നൽകുന്നുവോ അതിന്റെ അത്രയും. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ എത്രമാത്രം വിലമതിച്ചു എന്ന് നോക്കുക. അദ്ദേഹത്തിന് പകരമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാക്കുക തന്നെ ചെയ്തു. ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തിനെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നമുണ്ട്. ഇത് സംബന്ധിച്ച് പറയുന്നു, ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു സ്വപ്നം കാണിക്കപ്പെട്ടു. ഞാനൊരു കിണറിനടുത്ത് നിന്ന് ബക്കറ്റിൽ വെള്ളം കപ്പിയിലൂടെ കോരുകയാണ്. ഇത്രയുമായപ്പോഴേക്കും അബൂബക്കർ വന്നു. അദ്ദേഹം 1-2 ബക്കറ്റിൽ വെള്ളമെടുത്തു. അദ്ദേഹം അതെടുക്കുമ്പോൾ വളരെ പരീക്ഷയത്തോടു കൂടിയാണ് എടുക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദൗർബല്യത്തെ മറയ്ക്കുന്നതാണ്, അദ്ദേഹത്തോട് പുറമെ കാണിക്കുന്നതാണ്. പിന്നെ ഉമർ ബിൻ ഖത്താബ് വന്നു. അപ്പോൾ ആ ബക്കറ്റ് വീണ്ടും വലിയ ബക്കറ്റായി മാറി. ഉമർ ചെയ്യുന്നത് പോലെ പിന്നെ ഉമർ ബിൻ ഖത്താബ് വന്നു. അപ്പോൾ ആ ബക്കറ്റ് വലിയ ബക്കറ്റായി മാറി. ഹദ്റത്ത് ഉമർ ചെയ്യുന്നത് പോലെ അത്ര നല്ല അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുന്നതായി ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് തൃപ്തിയാകുന്നവരെ അദ്ദേഹം വെള്ളമെടുത്തു. പിന്നീട് തങ്ങളുടെ സ്ഥാനങ്ങളിൽ പോയി ഇരിക്കുകയും ചെയ്തു. ഹദ്റത്ത് അബൂബക്കറിന്റെയും ഒരു സ്വപ്നമുണ്ട്. അതിനെ സംബന്ധിച്ച് പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ ഒരിക്കൽ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ജോഡി യമനി പുതപ്പുകളുണ്ട്. എന്നാൽ അതിന് നെഞ്ചുഭാഗത്ത് 2 അടയാളങ്ങളും ഉണ്ടായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഈ സ്വപ്നം വിവരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമനി പുതപ്പിന് ജോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ല മക്കളെ കിട്ടുമെന്നാണ്. 2 അടയാളം കൊണ്ടുള്ള അപേക്ഷ 2 വർഷത്തെ ഇമാറത്താകുന്നു. അതായത് നിങ്ങൾ 2 വർഷം മുസ്ലിങ്ങൾക്ക് മേൽ ഭരണാധിപനായി ഇരിക്കുന്നതാണ്. ഖിലാഫത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഹദ്റത്ത് അബൂബക്കറിന് വേണ്ടി വേതനം നിജപ്പെടുത്തിയത് സംബന്ധിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു. ഖിലാഫത്തിന് ശേഷം അദ്ദേഹം മദീനയിലേക്ക് പോയി അവിടെ തന്നെ താമസിച്ചു. അദ്ദേഹം തന്നെ സംബന്ധിച്ച് ആലോചിച്ചു, അള്ളാഹുവാണെ, കച്ചവടം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കാൻ കഴിയുന്നതല്ല. ഈ സേവനത്തിന് ഒഴിവും പൂർണ്ണമായ ശ്രദ്ധയും ആവശ്യമാണ്. ഇവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കച്ചവടം ഉപേക്ഷിക്കുകയും ബൈത്തുൽ മാലിൽ നിന്ന് തനിക്കും തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ചെലവിനെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചെലവുകൾക്ക് വേണ്ടി വർഷത്തിൽ 6000 ദിർഹം അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ബൈത്തുൽ മാലിൽ നിന്ന് ഹദ്റത്ത് അബൂബക്കറിന് അത്രയും തുക അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചെലവുകൾ നടന്നു പോകുന്നതിന് വരുമാനമായി നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ ഹദ്റത്ത് അബൂബക്കറിന്റെ വഫാത്ത് സമീപസ്ഥമായപ്പോൾ അദ്ദേഹം തന്റെ കുടുംബക്കാർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി, ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള വസീഫ മുഴുവനും തിരിച്ചു കൊടുക്കുക. അത് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ ഇന്ന ഭൂമി വിൽക്കേണ്ടതാണ്. ഇന്ന് വരെ മുസ്ലിങ്ങളുടെ സ്വത്തിൽ എനിക്ക് വേണ്ടി ചെലവ് ചെയ്തത് ഈ ഭൂമി വിറ്റ് കിട്ടിയ തുകയിൽ നിന്ന് പൂർത്തിയാക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം വഫാത്തായപ്പോൾ ഹദ്റത്ത് ഉമർ ഖലീഫയായി. ആ തുക കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂബക്കർ, താങ്കളുടെ പിൻഗാമിക്ക് മേൽ വളരെ വലിയൊരു ഭാരമാണ് നൽകിയിട്ടുള്ളത്. ഹദ്റത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, ഹദ്റത്ത് അബൂബക്കർ മുഴുവൻ ഇസ്ലാമിക ലോകത്തിന്റെയും രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയിരുന്നത്? പൊതുജനങ്ങളുടെ സമ്പത്തിന്റെ സംരക്ഷകനായിരുന്നു. പക്ഷേ സ്വയം ആ തുകയിൽ ഒരു കൈകടത്തൽ നടത്തിയിരുന്നില്ല. തീർച്ചയായും അബൂബക്കർ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്വഭാവം പൈസ വരുമ്പോൾ അതപ്പോൾ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും അദ്ദേഹം ഖലീഫയാകുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ റൊക്കമായി ഒരു തുകയും ഉണ്ടായിരുന്നില്ല. ഖിലാഫത്തിന്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹം വസ്ത്രങ്ങളുടെ ഭാണ്ഡവും എടുത്ത് അത് വിൽക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ഹദ്റത്ത് ഉമർ വഴിയിൽ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒടുവിൽ എനിക്കും എന്റെ ചെലവൊക്കെ കഴിക്കേണ്ടതല്ലേ? ഞാൻ തുണിക്കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ
ഞാൻ എന്തുകൊണ്ടാണ് കഴിച്ചു കൂട്ടുക? ഹദരത്ത് ഉമർ പറഞ്ഞു, അത് സാധ്യമല്ല. താങ്കൾ തുണിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നാൽ ഖിലാഫത്തിന് ഉത്തരവാദിത്തമാരാണ് നടത്തുക. ഹദരത്ത് അബൂബക്കർ മറുപടി പറഞ്ഞു, ഞാൻ ഈ ജോലി ചെയ്യുന്നില്ലെങ്കിൽ എന്റെ ചെലവ് എങ്ങനെയാണ് നടന്നു പോവുക? ഹദരത്ത് ഉമർ പറഞ്ഞു, താങ്കൾ ബൈത്തുൽ മാലിൽ നിന്ന് സ്റ്റൈപ്പൻഡ് എടുത്തുകൊള്ളുക. ഹദരത്ത് അബൂബക്കർ മറുപടിയായി പറഞ്ഞത്, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു. ബൈത്തുൽ മാലിന് മേൽ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? ഹദരത്ത് ഉമർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അനുമതി നൽകിയിരിക്കെ, അതായത് ദീനീ സേവനങ്ങൾ ചെയ്യുന്നവർക്ക് മേൽ ബൈത്തുൽ മാലിന്റെ തുക ചെലവ് ചെയ്യപ്പെടാവുന്നതാണ് എന്നിരിക്കെ താങ്കൾക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? അങ്ങനെ അതിനുശേഷം ബൈത്തുൽ മാലിൽ നിന്ന് വേതനം നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ ആ കാലത്തിന്റെ അവസ്ഥയനുസരിച്ച് ആ വേതനം മുഖേന ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ആവശ്യങ്ങൾ മാത്രമേ പൂർത്തീകരിക്കപ്പെടുമായിരുന്നുള്ളൂ. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലം 4 ഖുലഫാ റാഷിദുകൾക്കിടയിൽ ചുരുങ്ങിയ കാലഘട്ടമായിരുന്നു. അത് ഏകദേശം 2.25 വർഷമായിരുന്നു. എന്നാൽ ഈ ചെറിയ ഖിലാഫത്തെ റാഷിദിന്റെ കാലഘട്ടം വളരെ സുപ്രധാനവും സുന്ദരവുമായ കാലഘട്ടം എന്ന് പറയാൻ അർഹതയുള്ളതാണ്. കാരണം ഹദരത്ത് അബൂബക്കറിന് ഏറ്റവും അധികം ഭയങ്കരവും പ്രയാസഭരിതവുമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പിന്നെ അള്ളാഹുവിൽ നിന്ന് അനിതരസാധാരണമായ പിന്തുണയുടെയും സഹായത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഫലമായി അബൂബക്കറിന്റെ ഉന്നതമായ ധൈര്യവും ധീരതയും ഉൾക്കാഴ്ചയും തിരിച്ചറിവും മുഖേന കുറഞ്ഞ കാലമായിരുന്നിട്ട് കൂടി ഭയാനകമായ എല്ലാ മേഘങ്ങളും മാറ്റപ്പെട്ടു. എല്ലാ ഭയവും സമാധാനത്തിലേക്ക് മാറി. കലാപകാരികളെയും ധിക്കാരികളെയും ഇല്ലാതാക്കി. ഖിലാഫത്തിന് ചെഞ്ചാടിക്കൊണ്ടിരുന്ന നേതൃത്വത്തെ ശക്തവും സുഭദ്രവുമായ അടിത്തറയിൽ നിലനിർത്തി. ഖിലാഫത്തിന്റെ ആരംഭത്തിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന് അഭിമുഖീകരിക്കേണ്ടി വന്ന അപായങ്ങളുടെയും പ്രയാസങ്ങളെയും വിവരിച്ചുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ഹദരത്ത് ആയിഷ പറയുന്നുണ്ട്. അതിനനുസ്മരിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹദരത്ത് ആയിഷയിൽ നിന്നുള്ള നിവേദനം, അവർ പറയുന്നു, എൻ്റെ പിതാവിനെ ഖലീഫയാക്കിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെ അനുഗ്രഹപൂർണമാക്കി. ഖിലാഫത്തിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഫിത്നകളുടെ തിരമാലകളെയും കള്ള പ്രവാചകന്മാരുടെ പ്രവാചകത്വ ധിക്കാരങ്ങളെയും മുനാഫിക്കുകളുടെയും മുർത്തദീങ്ങളുടെയും കലാപങ്ങളും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് മേൽ പതിച്ച പ്രയാസങ്ങൾ ഒരു പർവ്വതത്തിന് മേലാണ് ഇറങ്ങിയതെങ്കിൽ അത് ഭൂമിയോട് നിരപ്പാകുമായിരുന്നു. ഉടൻ തന്നെ അത് തവിടുപൊടിയാകുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രവാചകന്മാരുടെ ഇതുപോലുള്ള സബർ നൽകപ്പെട്ടു. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ സഹായം എത്തി. കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ടു. മതം ഉപേക്ഷിച്ചു പോയവർ നശിപ്പിക്കപ്പെട്ടു. കള്ളപ്രവാചകന്മാർ കൊല്ലപ്പെടുകയും മുർത്തദീങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. കുഴപ്പങ്ങൾ അകറ്റപ്പെട്ടു. ഭയത്തിന്റെ അവസ്ഥ സമാധാനത്തിലേക്ക് മാറി. അവരുടെ ദീനിന് പ്രബലത നൽകി. ഒരു ലോകത്തെ തന്നെ സമാധാനത്തിൽ നിലനിർത്തി. കുഴപ്പക്കാരുടെ മുഖം കരുവാളിച്ചു. തന്റെ വാഗ്ദാനം പൂർത്തിയായി. തന്റെ ദാസനായ ഹദരത്ത് അബൂബക്കറിനെ സഹായിച്ചു. ധിക്കാരികളുടെ നേതാക്കന്മാരെയും വിഗ്രഹങ്ങളെയും നശിപ്പിച്ച് നാമാവശേഷമാക്കി. കാഫിരീങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയമുളവാക്കി. അവർ നശിപ്പിക്കപ്പെട്ടു. അവസാനം അവർ തിരികെ വന്ന് തൗബ ചെയ്തു. ഇത് തന്നെയാണ് അത്യുഗ്രനായ ദൈവത്തിന്റെ വാഗ്ദാനം ഉണ്ടായത്. അവൻ എല്ലാ സത്യസന്ധനേക്കാളും വലിയ സത്യസന്ധനാകുന്നു. ആയതിനാൽ ചിന്തിച്ചു നോക്കുവിൻ. ഖിലാഫത്തിന്റെ വാഗ്ദാനം അതിന്റെ സകല ഉദ്ദേശങ്ങളുടെയും അടയാളങ്ങളുടെയും ഹദരത്ത് അബൂബക്കറിന്റെ വ്യക്തിത്വത്തിൽ പൂർത്തിയായി. ഹദരത്ത് അബൂബക്കറിന് ഇനി പറയുന്ന 5 തരത്തിലുള്ള പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നേരിടേണ്ടി വന്നു. 1, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തും വേർപാടിന്റെ ദുഃഖവും. 2, ഖിലാഫത്ത് തെരഞ്ഞെടുപ്പും ഉമ്മത്തിലെ ഫിത്നകളും ഭിന്നിപ്പിന്റെ ഭയാനകതയും ഉസാമയുടെ സൈന്യം പുറപ്പെടുന്നത് സംബന്ധിച്ച വിഷയവും. 4, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശ്രമിച്ചവരും. ഇത് ചരിത്രത്തിൽ സക്കാത്ത് നിഷേധിക്കാർ എന്ന് അറിയപ്പെടുന്നു. 5, മുർത്തദീങ്ങളുടെ ഫിത്ന, അതായത് ധിക്കാരികളും കലാപക്കാരും പ്രത്യക്ഷത്തിൽ കലാപമുണ്ടാക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ കലാപത്തിൽ സ്വന്തം നിലയ്ക്ക് നിബുവത്വാദം ഉന്നയിച്ചവരും ഉൾപ്പെടുന്നു. ഭയവിഹ്വലമായ ഈ എല്ലാ അവസ്ഥയിലും പ്രയാസങ്ങളും ഫിത്നകളും ഇല്ലാതാക്കി അള്ളാഹു ഹദരത്ത് അബൂബക്കറിന് നൽകിയ വിജയങ്ങൾ സംബന്ധിച്ച് തുടർന്ന് വിവരിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് നീതിമാനായ വിധികർത്താവ് ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് വിശദമായ ഉദ്ധരണിയുണ്ട്. അത് സമർപ്പിക്കാം. അതിൽ അദ്ദേഹം ഹദരത്ത് അബൂബക്കറിനെ ഹദരത്ത് മൂസ അലി ഇസ്ലാമിന്റെ ആദ്യ ഖലീഫ ഹദരത്ത് യൂഷ ബിൻ നൂനിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഹദരത്ത് അബൂബക്കർ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വിജയങ്ങളെയും നേട്ടങ്ങളെയും വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, 2 ശൃംഖലകളും, അതായത് മൂസവി ഖിലാഫത്ത് ശൃംഖലയും മുഹമ്മദി ഖിലാഫത്ത് ശൃംഖലയും തമ്മിലുള്ള സാദൃശ്യം വ്യക്തമാക്കുന്ന ആയത്തിൽ നിന്ന്
കൃത്യമായും ഉറപ്പായും മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദി നുബുവത്ത് ശൃംഖലയിലുള്ള ഖലീഫമാർ മൂസവി നുബുവത്തിന്റെ ശൃംഖലയുമായി സാദൃശ്യവും താദാത്മ്യവും ഉള്ളവരായിരിക്കും എന്നാണ്. ആ ആയത്ത് ഇപ്രകാരമാണ്: വാദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. അതായത് അല്ലാഹു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികളോട് വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് മുമ്പുണ്ടായിരുന്നവരെ ഖലീഫമാരാക്കിയതുപോലെ അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുന്നതാണ്. ഇനി നമ്മൾ പോലെ എന്ന പദത്തെ പരിഗണിക്കുകയാണെങ്കിൽ മുഹമ്മദി ഖലീഫമാരുടെ മൂസവി ഖലീഫമാരുമായുള്ള സാദൃശ്യം അനിവാര്യമാണ്. ഇതിലാദ്യം അംഗീകരിക്കേണ്ടി വരുന്നത് രണ്ട് ശൃംഖലയുടെയും ഖലീഫമാർ തമ്മിലുള്ള സാദൃശ്യം നിർബന്ധമാണ് എന്നാണ്. സാദൃശ്യത്തിന്റെ ആദ്യത്തെ അടിത്തറയിടുന്നത് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സാദൃശ്യത്തിന്റെ അവസാന മാതൃക ഉൾപ്പെടുന്നത് മുഹമ്മദിയ ഖാത്തമുൽ ഖുലഫ മസീഹുമാണ്. അദ്ദേഹം മുഹമ്മദിയ ഖിലാഫ് ശൃംഖലയിൽ ഏറ്റവും അവസാന ഖലീഫയാകുന്നു. ഏറ്റവും ആദ്യത്തെ ഖലീഫ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദ്റത്ത് യശൂ ബിൻ നൂനിന്റെ സദസ്യനാകുന്നു. അദ്ദേഹത്തെ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖിലാഫത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഏറ്റവും അധികം ഉൾക്കാഴ്ചയും അദ്ദേഹത്തിന് നൽകി. എത്രത്തോളം എന്നാൽ മസീഹ് ജീവിച്ചിരിക്കുന്നു എന്ന അബദ്ധവിശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഖാത്തമുൽ ഖുലഫക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിനാൽ ആ എല്ലാ സംശയങ്ങളെയും ഹദ്റത്ത് അബൂബക്കർ വളരെ കൃത്യമായി പരിഹരിച്ചു. സഹാബാക്കളിൽ ഒരാൾ പോലും കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ മരണത്തിൽ വിശ്വസിക്കുന്നവരായി ഉണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാ കാര്യത്തിലും എല്ലാ സഹാബാക്കളും ഹദ്റത്ത് അബൂബക്കറിനെ പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്തു. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ബനി ഇസ്രായേൽ യശൂ ബിൻ നൂനിനനുസരിച്ചു. അള്ളാഹുവും മൂസയുടെയും യശൂ ബിൻ നൂനിന്റെയും മാതൃകയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ അദ്ദേഹത്തിന്റെ സഹായിയും സംരക്ഷകനുമായിരുന്നു. അതേപോലെ ഹദ്റത്ത് അബൂബക്കറിന്റെയും സഹായിയും സംരക്ഷകനുമായിരുന്നു. യോശ ബിൻ നൂൻ രണ്ടും ഒരേയാളുടെ തന്നെ പേരാകുന്നു. അദ്ദേഹം പറയുന്നു, വാസ്തവത്തിൽ അള്ളാഹു യശൂ ബിൻ നൂനിനെ പോലെ അദ്ദേഹത്തെയും പരിശുദ്ധനാക്കി. ഒരു ശത്രുവിനും അദ്ദേഹത്തെ നേരിടാൻ കഴിഞ്ഞില്ല. ഉസാമയുടെ സൈന്യത്തിന്റെ അപൂർണമായ പ്രവർത്തനം ഹദ്റത്ത് മൂസാ നബിയുടെ അപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സാദൃശ്യമുണ്ടായിരുന്നു. അത് ഹദ്റത്ത് അബൂബക്കറിന്റെ കൈകളാണ് പൂർത്തിയാക്കപ്പെട്ടത്. ഹദ്റത്ത് അബൂബക്കറിന് ഹദ്റത്ത് യശൂ ബിൻ നൂനുമായി ഒരു അത്ഭുതകരമായ ബന്ധമുണ്ട്. മൂസയുടെ മരണത്തെ സംബന്ധിച്ച് ഹദ്റത്ത് യശൂവിനാണ് അറിയിപ്പ് കിട്ടിയത്. അള്ളാഹു കാലവിളംബമില്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വഹി ഇറക്കി, മൂസ മരിച്ചു പോയിരിക്കുന്നു. യഹൂദികൾ മൂസയുടെ മരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അബദ്ധത്തിലും ഭിന്നിപ്പിലും പെട്ടുപോകരുത്. ഇത് യശുവ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെപ്പറ്റി ഏറ്റവും ആദ്യം ഉറച്ച ബോധ്യം ഹദ്റത്ത് അബൂബക്കറിനാണ് ഉണ്ടായത്. തിരുനബിയുടെ പരിശുദ്ധ ശരീരത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നീ ജീവിച്ചിരിക്കുമ്പോഴും പരിശുദ്ധനാണ്, മരണത്തിന് ശേഷവും പരിശുദ്ധനാകുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ചില സഹാബാക്കളുടെ മനസ്സിൽ ഉദിച്ചു വന്ന ചിന്താഗതികളെ ഒരു പൊതുയോഗത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുകയും അതോടൊപ്പം ഹദ്റത്ത് മസീഹിന്റെ ജീവിതത്തെക്കുറിച്ച് ചില ഹദീസുകളിൽ പൂർണ്ണമായും ചിന്തിക്കാത്തത് കാരണം ചില ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ചിന്താഗതികളെ വേരോടെ പിഴുതെറുകയും ചെയ്തു. ഹദ്റത്ത് യശൂ ബിൻ നൂൻ ദീനിന്റെ കഠിന ശത്രുക്കളെയും കറ്റുകെട്ടുകാരെയും കുഴപ്പക്കാരെയും നശിപ്പിച്ചതുപോലെ നിരവധി കുഴപ്പക്കാരും കള്ളനുഭൂത്വവാദികളും ഹദ്റത്ത് അബൂബക്കറിന്റെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു. ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാം വളരെ ദുർബല ഘട്ടത്തിൽ വഫാത്താവുകയും ബനി ഇസ്രായേൽ കൻആനി ശത്രുക്കൾക്ക് മേൽ വിജയിച്ചിട്ടുമുണ്ടായിരുന്നില്ല. നിരവധി ലക്ഷ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ചുറ്റുപാടും ശത്രുക്കളുടെ ബഹളമായിരുന്നു. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം അത് കുറെ കൂടി ഭയാനകമായ അവസ്ഥ പ്രാപിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഭയാനകമായ ഒരു ഘട്ടം ഉടലെടുത്തു. നിരവധി അറബി ഗോത്രങ്ങൾ മുർത്തതായി. ചിലർ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. നിരവധി കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു. ആ സമയത്ത് വളരെ ശക്തമായ മനസ്ഥൈര്യവും വിശ്വാസദാർഢ്യവും ധീരതയും യോദ്ധാവും ആയ ഒരു ഖലീഫ ആവശ്യമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടു. അദ്ദേഹം ഖലീഫയായ ഉടൻ തന്നെ വലിയ ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നു. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ തുടരെ ഉണ്ടായ ഫിത്നകളും ഗ്രാമീണവാസികളുടെ കലാപവും കള്ളപ്രവാചകന്മാരുടെ എഴുന്നേൽപ്പും എൻ്റെ പിതാവിന് മേൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയുമായി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു മുസീബത്തുകളായി ഇറങ്ങി. ദുഃഖങ്ങൾ വർഷിച്ചു.
ഈ പ്രയാസം ഏതെങ്കിലും പർവ്വതത്തിന്റെ മേലാണ് ഇറങ്ങിയതെങ്കിൽ അത് പൊട്ടിച്ചിതറുകയും ഭൂമിയുമായി ഒട്ടിച്ചേരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രപഞ്ച നിയമം എന്തെന്നാൽ അള്ളാഹു തന്റെ റസൂലിനെ അദ്ദേഹത്തിന്റെ മരണശേഷം ഖലീഫയെ നിശ്ചയിക്കുമ്പോൾ ധൈര്യവും സ്ഥൈര്യവും ഉൾക്കാഴ്ചയും മാനസിക ശക്തിയും അദ്ദേഹത്തിന്റെ ആത്മാവിൽ സന്നിവേശിപ്പിക്കുന്നു എന്നതാണ്. ജോഷിയുടെ ഗ്രന്ഥത്തിന്റെ 3-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഉള്ളതുപോലെ ഹദ്റത്ത് യേശുവിനോട് അള്ളാഹു പറഞ്ഞു, ശക്തനാവുക, ധൈര്യമുള്ളവനാവുക. അതായത് മൂസ മരിച്ചു പോയിരിക്കുന്നു, ഇനി നീ ശക്തനാകണം. ഇതേ കൽപ്പന നീതിയുടെ രൂപത്തിൽ, ശരീഅത്തിന്റെ രൂപത്തിലല്ല, അബൂബക്കറിന്റെ ഹൃദയത്തിലും ഇറങ്ങുകയുണ്ടായി. പരസ്പര ബന്ധവും സാദൃശ്യങ്ങളുമുള്ള സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അബൂബക്കർ ഇബ്നു ഖഹാഫയും യശൂ ബിൻ നൂനും ഒരേ വ്യക്തി തന്നെയാകുന്നു എന്നാണ്. ഖിലാഫത്തിന്റെ സാദൃശ്യം ഇവരെ ശക്തമായി യോജിപ്പിക്കുന്നു. അതായത് വ്യക്തമായ നിലയിൽ സാദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും നീണ്ട രണ്ട് ശൃംഖലയുടെ പരസ്പര സാദൃശ്യം നോക്കുന്നവർ സ്വാഭാവികമായും ശ്രദ്ധിക്കുക ആദ്യത്തെയും അവസാനത്തെയും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ രണ്ട് ശൃംഖലകളുടെയും ഇടയിലുള്ള സാദൃശ്യങ്ങൾ ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി സമയം ആവശ്യപ്പെടുമെന്നതിനാൽ അത് നോക്കുന്നത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നില്ല. മറിച്ച് ആദ്യത്തെയും അവസാനത്തെയും മതിയാകുന്നു. അതുകൊണ്ട് അള്ളാഹു ഈ സാദൃശ്യങ്ങളെ രണ്ട് ഖിലാഫത്തിന്റെയും ആദ്യ ശൃംഖലയായ യശൂ ബിൻ നൂനിനും ഹദ്റത്ത് അബൂബക്കറിനും തമ്മിലുള്ള സാദൃശ്യത്തെയും ഖിലാഫത്തിന്റെ അവസാന ശൃംഖലയിലുള്ള ഹദ്റത്ത് ഈസ ബിൻ മറിയമും ഈ ഉമ്മത്തിലെ മസീഹ് തമ്മിലുള്ള സാദൃശ്യത്തെയും വളരെ വ്യക്തമായി കാണിച്ചു തരികയുണ്ടായി. ഉദാഹരണമായി യശൂവിലും അബൂബക്കറിലും തമ്മിൽ സാദൃശ്യങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. രണ്ടുപേരും ഒരേ വ്യക്തിത്വം എന്ന നിലയ്ക്ക്, ഒരേ മുത്തിന്റെ രണ്ട് കഷ്ണങ്ങൾ എന്ന നിലയ്ക്കും ബനി ഇസ്രായേൽ ഹദ്റത്ത് മൂസയുടെ വഫാത്തിന് ശേഷം യശൂ ബിൻ നൂൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കപ്പെടുകയും ആരും ഭിന്നിക്കുകയും ചെയ്തില്ല. എല്ലാവരും തങ്ങളുടെ അനുസരണം വെളിപ്പെടുത്തി. ഇതേ സംഭവം ഹദ്റത്ത് അബൂബക്കറുമായും ഉണ്ടായി. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപാടിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചു. ചുരുക്കത്തിൽ എല്ലാ നിലയ്ക്കും ഹദ്റത്ത് അബൂബക്കറിന്റെ സാദൃശ്യം യശൂ ബിൻ നൂനുമായി തെളിയുന്നു. അതായത് ഹദ്റത്ത് മൂസാക്ക് കാണിച്ചു കൊടുത്തതുപോലെ തന്നെ ഹദ്റത്ത് യശൂ ബിൻ നൂനിന് അള്ളാഹു തന്റെ പിന്തുണ വെളിപ്പെടുത്തി കാണിച്ചു. അതേപോലെ എല്ലാ സഹാബാക്കൾക്ക് മുന്നിലും അബൂബക്കറിന്റെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു. പ്രവാചകന്മാരെ പോലെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത തെളിയുകയുണ്ടായി. അദ്ദേഹം കുഴപ്പക്കാരെയും കള്ളപ്രവാചകന്മാരെയും അള്ളാഹുവിൽ നിന്നുള്ള ശക്തിയും പ്രഭാവവും മുഖേന വധിക്കുകയുണ്ടായി. എന്നാൽ സഹാബാക്കൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ളതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അത്ഭുതകരമായ ബന്ധം ഹദ്റത്ത് അബൂബക്കറിനും ഹദ്റത്ത് യശൂ ബിൻ നൂനും തമ്മിലുണ്ട്. അതെന്തെന്നാൽ ഹദ്റത്ത് യശൂ ബിൻ നൂനിന് ഹദ്റത്ത് മൂസയുടെ വഫാത്തിന് ശേഷം ഒരു ഭയാനകമായ അരുവി, അതിന്റെ പേര് യർദൂൻ എന്നാകുന്നു, സൈന്യത്തോടൊപ്പം താണ്ടിപ്പോകേണ്ടി വന്നു. യർദൂനിൽ ഒരു പ്രളയമുണ്ടായിരുന്നു. അതിലൂടെ കടന്നു പോകുന്നത് അസംഭവമായി തീർന്നു. ആ പ്രളയത്തിനിടയിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ ബനി ഇസ്രായേലിന്റെ ശത്രുക്കളുടെ കൈകളാൽ നാശമുണ്ടാകുമായിരുന്നു. ഇതായിരുന്നു ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം യശൂ ബിൻ നൂനിന് തന്റെ ഖിലാഫത്ത് കാലത്ത് അഭിമുഖീകരിക്കേണ്ടി വന്ന ആദ്യത്തെ പ്രയാസം. ആ സമയത്ത് അള്ളാഹു ആ പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ യശൂ ബിൻ നൂനിനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും സംരക്ഷിച്ചു. യർദൂനിൽ വരൾച്ച ഉണ്ടാവുകയും അങ്ങനെ വളരെ എളുപ്പത്തിൽ അവർ കടന്നു പോവുകയും ചെയ്തു. ആ വരൾച്ച യാദൃച്ഛികമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അത്ഭുതകരമായ അടയാളമായിരിക്കാം. ഏതായാലും ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പ്രളയത്തിന്റെയും ശത്രുക്കളുടെയും പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതേ പ്രളയത്തിന് സമാനം അല്ലെങ്കിൽ അതിലും വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സത്യ ഖലീഫയായ ഹദ്റത്ത് അബൂബക്കറിനും 1,00,000-ലധികം വരുന്ന സഹാബാക്കളുടെ ജമാഅത്തിനും അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതായത് രാജ്യത്ത് ശക്തമായ കലാപം പടർന്നു. അറേബ്യൻ ഗ്രാമവാസികൾ അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, കാലത്തിൽ ആറാബു ആമന്ന ഉല്ലന്തോമിനു വലാക്കിങ്കൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഈ പ്രവചനമനുസരിച്ച് അവർ വഴിതെറ്റേണ്ടത് പ്രവചന പൂർത്തീകരണത്തിന് അനിവാര്യമായിരുന്നു. ഈ ആയത്തിനർത്ഥം ഇപ്രകാരമാകുന്നു: ഗ്രാമീണവാസികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നീ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം കയറിയിട്ടില്ല. ഏതായിരുന്നാലും പറയുന്നു, അവരെല്ലാവരും മുർത്തദ്ദീങ്ങളായി. ചിലർ സക്കാത്ത് നിഷേധിച്ചു, വേറെ ചിലർ
പ്രവാചകത്വം വാദിച്ചു. അവരോടൊപ്പം ദൗർഭാഗ്യവാന്മാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ സംഘമുണ്ടായി. ശത്രുക്കളുടെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചു എന്നാൽ സഹാബാക്കളുടെ സംഘം അവർക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നു. രാജ്യത്ത് ഒരു ശക്തമായ കൊടുങ്കാറ്റടിച്ചു. ഹദ്റത്ത് യശൂ ബിൻ നൂനിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഭയാനകമായ വെള്ളത്തെക്കാളും വലിയ പ്രളയമായിരുന്നു. യശൂ ബിൻ നൂനിന് മൂസയുടെ വഫാത്തിന് ശേഷം അവിചാരിതമായ ശക്തമായ പരീക്ഷണങ്ങളിൽ അകപ്പെടേണ്ടി വന്നു. നദിയിൽ ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായി. ഒരു കപ്പലും ഉണ്ടായിരുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കളുടെ ഭയവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇതേ പരീക്ഷണം ഹദ്റത്ത് അബൂബക്കറിന് മുന്നിലും വന്നു. അറബികൾ മുർത്തദാകുന്ന ഒരു വലിയ പ്രളയമുണ്ടായി. കള്ളപ്രവാചകന്മാരുടെ മറ്റൊരു പ്രളയവും അതിന് ശക്തി നൽകിയുണ്ടായി. ഈ പ്രളയം യശുവിന്റെ പ്രളയത്തെക്കാളും കുറവായിരുന്നില്ല, മറിച്ച് വളരെ കൂടുതലായിരുന്നു. അള്ളാഹുവിന്റെ വചനങ്ങൾ യശുവിന് ശക്തി പകർന്നുകൊണ്ട് പറയുന്നു, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ധൈര്യം കാണിക്കുക, ധൈര്യവാനാവുക, മനസ്സ് വിടരുത്. അപ്പോൾ യശുവിന് നല്ല ശക്തിയും ധൈര്യവും അള്ളാഹുവിന്റെ സാന്ത്വനം കൊണ്ട് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്തുള്ള കലാപത്തിന് പ്രളയമുണ്ടായ അവസരത്തിലും അള്ളാഹു ശക്തി നൽകി. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് അറിയുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് ആ പ്രളയം എത്രമാത്രം ശക്തമായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ കൈകൾ അബൂബക്കറിനോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ, ഇസ്ലാം വാസ്തവത്തിൽ അള്ളാഹുൽ നല്ലായിരുന്നുവെങ്കിൽ, അബൂബക്കർ സത്യ ഖലീഫയല്ലായിരുന്നുവെങ്കിൽ ആ ദിവസം ഇസ്ലാം ഇല്ലാതായി പോകുമായിരുന്നു. എന്നാൽ യശു നബിയെ പോലെ അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാൽ അബൂബക്കർ സിദ്ദീഖിന് ശക്തി ലഭിച്ചു. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. വിശുദ്ധ ഖുർആനിലെ താഴെ പറയുന്ന ആയത്ത് ശ്രദ്ധാപൂർവം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് തീർച്ചയായും അള്ളാഹു നേരത്തെ തന്നെ അറിയിപ്പ് തന്നിട്ടുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അതായത് അല്ലാഹു സൽക്കർമ്മകാരികളായ വിശ്വാസികളോട് വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ അവരെയും ഖലീഫമാരാക്കുന്നതാണ്. ഹദ്റത്ത് മൂസാക്ക് ശേഷം ആരംഭിച്ച ഖിലാഫത്ത് ശൃംഖല പോലെ അതേ ഖിലാഫത്ത് ശൃംഖല ആരംഭിക്കുന്നതാണ്. ഈ വിശദീകരണം അല്പം വിശദീകരിച്ച് തർജ്ജമയാകുന്നു. അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം ചെയ്തതാണ്. പറയുന്നു, ഹദ്റത്ത് മൂസാക്ക് ശേഷം ഖിലാഫത്ത് ഉണ്ടായിരുന്നത് പോലെ ഈ ശൃംഖലയിലും ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. അവരുടെ ദീനിനെ, അതായത് ഇസ്ലാമിനെ, അതിനെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. ഭൂമിയിൽ പ്രബലമാക്കുന്നതാണ്, അതിന്റെ വേരുകൾ ഇറക്കുന്നതാണ്, ഭയത്തിന്റെ അവസ്ഥയെ സമാധാന അവസ്ഥയിലേക്ക് മാറ്റുന്നതാണ്. അവർ എന്നെ ആരാധിക്കുന്നതാണ്, എന്നോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കില്ല. നോക്കുക, ഈ ആയത്തിൽ വ്യക്തമായും പറയുന്നു, ഭയത്തിന്റെ കാലവും വരുന്നതാണ്, സമാധാനം ഇല്ലാതാകുന്നതാണ്. എന്നാൽ അള്ളാഹു ആ ഭയത്തിന്റെ കാലത്തെ സമാധാനത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. ഈ ഭയം യശൂ ബിൻ നൂനിനും അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. അള്ളാഹുവിന്റെ കലാമിലൂടെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയതുപോലെ തന്നെ ഹദ്റത്ത് അബൂബക്കറിനും ദൈവിക വചനങ്ങളിലൂടെ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണങ്ങൾ 5 കാര്യങ്ങളെ കുറിച്ചുള്ളത് പിന്നീട് വിവരിക്കുന്നതാണ്. ലോകത്ത് യുദ്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥകളെ പരിഗണിച്ചും ദുആ ചെയ്യുക. ഇത് ഭയാനകതയിൽ നിന്ന് അതിഭയാനകതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അണ്വായുധ യുദ്ധങ്ങളെ സംബന്ധിച്ചും ഭീഷണികൾ നൽകി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ളതാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭയാനകമായ പരിണിതിയാണ് ഉണ്ടാവുക. അതിന്റെ പരിണിതി വരും തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തന്നെ ഇവർക്ക് ബുദ്ധി നൽകട്ടെ. ഈ സമയത്ത് നല്ലപോലെ സ്വലാത്തും ചൊല്ലുക, ഇസ്തിഗ്ഫാറും ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെ പൊറുക്കുമാറാകട്ടെ. ലോകത്തിലെ നേതാക്കന്മാർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിക്കൽ ജമാഅത്തിന് പ്രത്യേകമായി ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദുആ ഒരുപാട് ചെയ്യുക. പറയുന്നു, റുക്കൂന് ശേഷം നിൽക്കുമ്പോൾ ഈ ദുആയും ചെയ്യുക. ഇതിപ്പോൾ വളരെയേറെ ചൊല്ലേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു നന്മകൾ നൽകുമാറാകട്ടെ. എല്ലാതരം അഗ്നിയുടെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ.
ഇനി ഞാൻ ഒരു ജനാദയെ നമസ്കരിപ്പിക്കുന്നതാണ്. ഷാമിലെ ജനാബ് അബുൽ ഫർജ് ഹുസ്നി സാഹിബിൻ്റെതാണ്. ഫെബ്രുവരി 13 90-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹുസ്നി സാഹിബ് ആദ്യകാല അഹമ്മദികളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം മൗലാന ജലാലുദ്ദീൻ ഷംസാഹിബ് മുഖേനയാണ് ബയ്യത്ത് ചെയ്തിരുന്നത്. അബുൽ ഫർജ് ഹുസ്നി സാഹിബ് സിറിയയിലെ ആദ്യത്തെ അമീർ മുനീറുൽ ഹുസ്നി സാഹിബിന്റെ സഹോദരപുത്രനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് നായിബ് അമീറായി സേവനം ചെയ്തിട്ടുണ്ട്. പിന്നീടും നായിബ് അമീറായി. 1933 ജനിച്ചത്. പിതൃവ്യൻ മുനീറുൽ ഹുസ്നി സാഹിബിന്റെ നന്മയിലും തക്വയിലും വൈജ്ഞാനിക സംഭാഷണങ്ങളിലും ഇദ്ദേഹം ഏറെ പ്രഭാവിതനായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ അധികവും ഇരിക്കുമായിരുന്നു. 15 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം റേഡിയോയിൽ തിലാവത്ത് കേട്ട് മനസ്സ് നിറയുകയും കണ്ണീർ വരികയും ചെയ്തു. തന്റെ പിതൃവ്യന്റെ അടുത്ത് പോയി അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ പുസ്തകം കൊടുത്തു. പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ലോകം തന്നെ മാറി. അദ്ദേഹം പിതൃവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് 3 ഖലീഫമാരുമായി മുലാഖാത്ത് ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി 1905 ഡമസ്കസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ മുലാഖാത്ത് ചെയ്യുന്നതിന് അവസരം ലഭിച്ചു. സെക്യൂരിറ്റി സേവനങ്ങൾക്കും അവസരം കിട്ടിയിരുന്നു. 1972 പാകിസ്ഥാനിൽ പോകാനും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന് സഹവാസത്തിൽ റബുവിയിൽ ഏതാനും മാസങ്ങൾ തങ്ങി ഉറുദു പഠിക്കാനും ജമാഅത്തി വിജ്ഞാനങ്ങൾ സംബന്ധിച്ച് അറിവ് നേടാനും അവസരമുണ്ടായി. ഇതേ വർഷം അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് ഖാദിയാനിൽ പോകാനും സന്ദർഭം കിട്ടി. 1986 ജൽസസാലയുടെ വേളയിൽ ഇംഗ്ലണ്ടിലും വന്നിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയുമായി മുലാഖാത്തിന് അവസരമുണ്ടായി. 2017 ഖാദിയാനിൽ പോകാനും സന്ദർഭം കിട്ടി. രണ്ടാമതും ജൽസയിൽ പോയപ്പോൾ അദ്ദേഹം അറബി ഭാഷയിൽ ഒരു ചെറിയ പ്രഭാഷണവും നടത്തുകയുണ്ടായി. പരീതൻ വളരെ നന്മയുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തനനിരതനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും അനഹമ്മദിയാണ്. സിറിയ ജമാഅത്ത് സദർ എഴുതുന്നു, 2017 അദ്ദേഹത്തോടൊപ്പം ഖാദിയാൻ സന്ദർശിക്കാൻ പോയി. ഒരുപാട് ക്ഷീണിതനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിനുള്ള താല്പര്യം കാണുമ്പോൾ മനസ്സിലായത് അദ്ദേഹം ഭൂമിയിൽ നടക്കുകയല്ല, മറിച്ച് കാറ്റിൽ പറക്കുകയാണെന്നാണ്. അദ്ദേഹം രോഗിയായിരുന്നതുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലത്തിന് ഖലീഫയുടെ കൽപ്പനയാണ്. അഥവാ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോവുക, ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കുകയും ക്ഷീണവും രോഗവും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു, സുഖപ്പെടുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടേക്ക് പോയി. മിനാരത്തുൽ മസീഹും അദ്ദേഹത്തിന് കയറാൻ സൗഭാഗ്യം ലഭിച്ചു. വിവരിക്കുന്ന ആൾ പറയുന്നു, അവിടെ യുവാക്കളെക്കാളും വേഗത്തിൽ അദ്ദേഹം കയറുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ നേരത്തെ തന്നെ നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഡോക്ടർ മുസ്ലിം ടറാബി സാഹിബ് എഴുതുന്നു, പരേതൻ ഒരു വലിയുള്ളയും അബ്ദാലു ഷാമിൽപ്പെട്ട ആളുമായിരുന്നു. ഞാനും മറ്റു സുഹൃത്തുക്കളും അതിന് സാക്ഷികളാണ്. അദ്ദേഹം ഡമസ്കസിലെ അറിയപ്പെടുന്ന കച്ചവടക്കാരനായിരുന്നു. അനുകരണയോഗ്യമായ മാതൃകയുള്ള ആളായിരുന്നു. ടൗണിൽ അദ്ദേഹം നല്ലപോലെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം വളരെ യുക്തിജ്ഞനും ബുദ്ധിമാനുമായിരുന്നു. കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുകയും സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുകയും ചെയ്തിരുന്നു. അവ പൂർത്തിയായിട്ടുമുണ്ട്. അതിലധികവും സിറിയയുടെ അവസ്ഥകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമായിരുന്നു. വിവിധ മുറബിമാർ അറിവ് പഠിക്കാൻ വേണ്ടി സിറിയയിൽ വന്നാൽ അദ്ദേഹം അവരെ ഏറെ ആദരിച്ചിരുന്നു. കാര്യമെന്തെന്നാൽ, ഒന്നാമത് അവർ കാലത്തിന്റെ ഖലീഫയെ അയച്ചതായിരുന്നു. രണ്ടാമത് അവർ തബ്ലീഗിന് വേണ്ടി ജീവിതം വഖഫ് ചെയ്തവരാണ്. സിറിയയിലെ മുൻ സദർ ഹുസാമുൽ നക്കീബ് സാഹിബ് ഇപ്പോൾ തുർക്കിയിലാണ് എഴുതുന്നു. അദ്ദേഹം നിരവധി സുത്യർഹമായ സ്വഭാവങ്ങൾക്കുടമയായിരുന്നു. അതിലേറ്റവും പ്രകടമായത് ഹദരത്ത് മസീഹ് ഇസ്ലാമിനോടും അദ്ദേഹത്തിന്റെ ഖലീഫമാരോടുമുള്ള സ്നേഹമാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള എന്റെ ഖാദിയാൻ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഈ യാത്രയുടെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിരുന്നു. ഞാൻ ഖാദിയാനിൽ എല്ലാ സമയവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഖാദിയാനിൽ അദ്ദേഹത്തിന് ഒരേ ഒരു ദുആ മാത്രമായിരുന്നു, അള്ളാഹു കാലത്തിന്റെ ഖലീഫയെ സഹായിക്കുമാറാകട്ടെ എന്നും അദ്ദേഹത്തിന്റെ ആയുസ്സിലും പ്രവർത്തനങ്ങളും അനുഗ്രഹം നൽകട്ടെ എന്നും. വീണ്ടും എഴുതുന്നു, സദസ്സിൽ ആരെങ്കിലും കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ കേൾപ്പിക്കുമ്പോൾ ആ സമയത്ത് ആരെയും സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ നിർദ്ദേശങ്ങൾ മുഴുവനായും കേൾക്കാനും മനസ്സിലാക്കാനും സൂക്ഷിക്കാനും പറയുമായിരുന്നു. അദ്ദേഹം നിസ്വാർത്ഥനായ വ്യക്തിയായിരുന്നു. ആരും അദ്ദേഹത്തെ പുറത്ത് ഇഷ്ടപ്പെട്ടില്ല. മറിച്ച് അവർ ശകാരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക.
അള്ളാഹുവും അവന് ജമാഅത്തും തന്നെയാണ് എല്ലാം. ജമാഅത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയും. അദ്ദേഹം മസീഹ് അലി ഇസ്ലാമിന്റെ ഗ്രന്ഥവായന ഒരിക്കലും ഒഴിവാക്കിയില്ല. വളരെ ക്ഷീണിതനായ അവസാന വർഷങ്ങളിൽ ഒഴികെ ഒരിക്കലും ജമാഅത്തി പുസ്തകങ്ങളുടെ വായന ഒഴിവാക്കിയിട്ടില്ല. അതിന് മുസ്ലിം മോദല്ലാഹുവിന്റെ തഫ്സീർ കബീറുമായി വലിയ ബന്ധമായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തോട് ഏതെങ്കിലും ഖുർആനി ആയത്തിന് തഫ്സീർ ചോദിച്ചാൽ തഫ്സീർ കബീറിൽ നിന്നും വിശദീകരണം നൽകുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ മുഹമ്മദ് ഉമറുൽ ഹുസ്നി ഇപ്പോൾ ഇവിടെ UK യിലാണുള്ളത്. തനിക്ക് 14 വയസ്സ് ഉള്ള സമയം മുതൽ അദ്ദേഹത്തോടൊപ്പം ജുമാ നമസ്കാരം അനുഷ്ഠിച്ചിരുന്നു. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് കൂടെയാണ് വീട്ടിൽ പോയിരുന്നത്. വഴിയിൽ അദ്ദേഹത്തോട് ജമാഅത്തി കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമായിരുന്നു. വളരെ വിശദമായി മറുപടി നൽകുന്ന ആളായിരുന്നു. സിറിയയിൽ ജമാഅത്തി പുസ്തകങ്ങൾ കിട്ടുമായിരുന്നില്ല. ജമാഅത്ത് അംഗങ്ങൾക്ക് ജമാഅത്തി വിജ്ഞാനം പകരുന്നതിൽ മർഹൂമിന് വളരെ വലിയ പങ്കുണ്ട്. ജമാഅത്തി ഗ്രന്ഥങ്ങൾ അദ്ദേഹം റബുവിൽ പോയപ്പോൾ വാങ്ങിച്ചിരുന്നു. സിറിയയിൽ കിട്ടുമായിരുന്നില്ല. ഉറുദു ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഉറുദുവിൽ തന്നെ വായിക്കാൻ പഠിച്ചിരുന്നു. റബുവിൽ പോയപ്പോൾ ഉറുദു ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഉറുദു ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി പിന്നെ അതിന് തർജ്ജമ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം വളരെ നിസ്വാർത്ഥനായിരുന്നു. ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. എപ്പോഴും സേവകനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അത് ഖലീഫത്തുൽ മസീഹ് അദ്ദേഹത്തെ അമീറാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കുടുംബപരമായി നിൽക്കുന്നതാണെന്ന് ജനങ്ങൾ പറയുന്നതാണ്. ഈ എല്ലാ കാര്യങ്ങളും ജമാഅത്ത് ഉത്തരവാദിത്വം അദ്ദേഹം ഒരിക്കലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം പറയുമായിരുന്നു, പിന്നെ തന്റെ പ്രായത്തേക്കാൾ കുറഞ്ഞ അമീറിനെ സഹായിക്കുക മാത്രമല്ല അങ്ങനെ ഒരു മാതൃകയും സ്ഥാപിച്ചു. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്തും ജന്നത്തിൽ സ്ഥാനങ്ങൾ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദുആകൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യത്തിലും പൂർത്തിയാക്കട്ടെ. അവർക്ക് മുഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.